പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും വചനത്തിൻ്റെ തികവിൽ ജീവിക്കുവാൻ വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. കാരുണ്യവാനായ കർത്താവെ, ഇതാ പുതിയൊരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? ഇതായി കാണുന്നവരാണ് വചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണെന്നാണ്. ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് കർത്താവെ, നീ പറയുമ്പോൾ സകലരും അങ്ങയുടെ മക്കളാണെന്നും അങ്ങയുടെ സ്വന്തമാണെന്നും അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. ആരൊക്കെയാണോ ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുന്നത് അവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെന്ന ഋതുമായ ബോധ്യം ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവേ, ഇതായ ദിവസം സമ്പൂർണ്ണമായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ കണ്ടുമുട്ടുന്നവർക്കൊക്കെ ദൈവകൃപ പകർന്നു കൊടുക്കുവാൻ, ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ, ദൈവ ആത്മാവിനാൽ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ നീ കൃപ നൽകി അനുഗ്രഹിക്കണം. ഇതാ കർത്താവേ, നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ അനുഗ്രഹത്തിനായി ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കും. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾക്ക് ജന്മം തന്ന മാതാപിതാക്കളെ വിശ്വാസം പകർന്നവരെയും വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചവരെയും അനുദിനവും മറ്റുള്ളവരുടെ സാക്ഷ്യം വഴി ഞങ്ങളുടെ ഓരോരുത്തർ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ തീവ്രത മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങളിതാ നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെയൊക്കെ നോക്കിക്കൊണ്ട് കർത്താവേ, നീ പറയുന്നുണ്ടാകും, ഇവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. അമ്മയും സഹോദരന്മാരുമെല്ലാം അങ്ങയുടെ സ്നേഹത്തിൽ നിറവിൽ ജീവിച്ചതുകൊണ്ട് നിസ്സംശയം അങ്ങേക്ക് പറയുവാൻ കഴിഞ്ഞു, ഇവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. ഇതാ കർത്താവേ, ഇന്നത്തെ ഈ ദിവസത്തെ നിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നിൻ്റെ തിരുമുമ്പിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിക്കും. നിൻ്റെ കരുണയും സ്നേഹവും അവരുടെ മേൽ ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്ത് നിന്ന് അങ്ങയുടെ പക്കലേക്ക് കടന്നു വന്നിരിക്കുന്നവരെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ ചേർത്ത് നിർത്തിയവരെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. കർത്താവെ, അങ്ങേ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണം. ഇതായ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങേ തിരുവിഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണം. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നണഞ്ഞ് എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.